അച്ഛൻ ഈ എക്സോർസിസിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പിശാജ് സംസാരിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്ത്? പിശാച് ധാരാളം കാര്യങ്ങൾ പറയും, സംസാരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലനുസരിച്ച്, എൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ച് പിശാചിനെ കൊണ്ട് സംസാരിപ്പിക്കുകയില്ല. സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പറയും, ഷട്ട് അപ്പ് യുവർ മൗത്ത്, ഐ ആം നോട്ട് ലിസണിങ് യു, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യുവർ സൈഡ്. അങ്ങനെ പറയുമ്പോൾ അവരുടെ വായടഞ്ഞു. അല്ലെങ്കിൽ അവർ തെറി വിളിച്ചു പറയും. ഈ വൈദികൻ്റെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും തിന്മകളെല്ലാം വിളിച്ചു പറയും. അല്ലെങ്കിൽ അവർ ഒത്തിരി സ്റ്റോറീസ് പറയാൻ തുടങ്ങും. ഞാൻ അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ചെയ്യുന്നത്, ഇവരെ ആദ്യമേ തന്നെ ഇവരുടെ വായ ബന്ധിക്കുന്നു. നീ സംസാരിക്കാൻ പാടില്ല, ഞാൻ നിൻ്റെ സംസാരം കേൾക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ പിശാച് സംസാരിക്കുന്നതല്ല കേൾക്കുന്നത്. കാരണം അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നമ്മളെ കൺഫ്യൂസ്ഡ് ചെയ്യുകയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റാതാവുകയും നമുക്ക് തന്നെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ല. അങ്ങനെ ഒന്നോ രണ്ടോ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഉടനെ തന്നെ ഒരു അടിച്ചമർച്ച ചെയ്യുന്ന പോലെ തന്നെ അതിനെ ഒരു കമാൻഡ് കൊടുത്ത് അവസാനിപ്പിക്കണം. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ രക്തം കുടിക്കുമെന്ന് പറഞ്ഞു. നീ രക്തം കുടിക്കുക, ഞാനിവിടെ വെച്ചിരിക്കുന്ന വെള്ളം പോലും എടുത്ത് കുടിക്കാൻ നിനക്ക് കഴിവില്ല, പിന്നെ നീ എൻ്റെ രക്തം കുടിക്കാൻ നിനക്ക് സാധിക്കുമോ? കീപ് ക്വയറ്റ്, ഇനിമേൽ സംസാരിക്കരുത്. പിന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായി വരുമ്പോൾ അതിന് വേറെ കമാൻഡ് കൊടുക്കണം. ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു ലിസ് ഓർ സീ യുവർ ഡ്രാമ, ഐ എം ടേക്കിംഗ് അതോറിറ്റി ടു ബൈൻഡ് യു കാസ്റ്റ് യു ഔട്ട്, കീപ് ക്വയറ്റ്, ബി സ്റ്റിൽ. അങ്ങനെ പറയുമ്പോൾ പിന്നെ അവരൊന്നും ഒരു മാനിഫെസ്റ്റേഷനും പോകുന്നില്ല. ഇനി അങ്ങനെ മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ 4 പേരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 4-6 പേര് ഇവരെ കൺട്രോൾ ചെയ്ത് പിടിച്ച് അവിടെ ഇരുത്തണം. അങ്ങനെ ചില ആളുകളിൽ മാത്രം ഇങ്ങനെ ഇത്തരത്തിലുള്ള വയലൻ്റ് നേച്ചർ കാണാറുണ്ട്. പക്ഷേ അത് 2-3 മിനിറ്റേ കാണുകയുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ആ ഒരു വയലൻ്റ് സ്പിരിറ്റിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് നിർവീര്യമാക്കണം. പ്രത്യേകിച്ച് ഈ ഗരഡായരുടെ നാട്ടിൽ ഈശോ എന്ന് കഴിഞ്ഞപ്പോൾ വയലൻ്റ് സ്പിരിറ്റ് ബാധിച്ച ഒരാളെ കണ്ടു. 6000-ഓളം പിശാചുകൾ അതങ്ങേരിലുണ്ട്. സ്വയമായിട്ട് മുറിപ്പെടുത്തുന്നു. ആർക്കും ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ചെയിനുകളെല്ലാം പൊട്ടിച്ച് കളയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈശോ അവനിലുള്ള ദുരാത്മാവിനെ പന്നികളിലേക്ക് പറഞ്ഞയച്ചു. അതിനാണ് ട്രാൻസ്ഫറിങ് ദ സ്പിരിറ്റ്. ഈശോ ഒരിക്കൽ മാത്രമേ അത് ചെയ്തുള്ളൂ. അതിൻ്റെ തിക്തഫലങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് ചെയ്തത്. നിങ്ങളാരും ആത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യരുത്, ദുരാത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2000 പന്നികൾ ആ ദിവസം വെള്ളത്തിൽ ചാടിച്ചത്തു. തന്നെയല്ല, ഇതുപോലെ മനുഷ്യരിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസ്ത്രീയ നിർവീര്യമാക്കി വിടണം, ട്രാൻസ്ഫർ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വയലൻ്റ് സ്പിരിറ്റ് ഉള്ളപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് സബ്സൈഡ് ആക്കിയതിന് ശേഷം പ്രാർത്ഥിക്കാവുള്ളൂ. വലിയ ഇങ്ങനെയുള്ള വയലൻ്റ് നേച്ചറൊക്കെ കാണിക്കുകയാണെങ്കിൽ ആദ്യം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഈ ആളുകൾ അവരെ പിടിച്ച് അവിടെ ഇരുത്തണം, ബലം പ്രയോഗിച്ച്. ഓക്കെ. ഇങ്ങനെയുള്ളവർ ഇപ്പോൾ തിരുവോസ്തി സ്വീകരിക്കുകയാണെങ്കിലോ ജപമാല ഉപയോഗിക്കുകയാണെങ്കിലോ അത്തരത്തിൽ ഇവർക്ക് ആ ഒരു തരത്തിലൊരു ഭയമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു വേണ്ട എന്ന രീതിയിൽ ചിന്ത അവരുടെ ഉള്ളിൽ വരുമോ? ദുരാത്മാക്കളെ നമുക്കൊരു പ്രത്യേക കാറ്റഗറിയിലോ അല്ലെങ്കിൽ പ്രത്യേക വിധത്തിലോ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കുകയില്ല. ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ഇതിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചില ആൾക്ക് കുർബാന സ്വീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ചില ആളുകൾ കുർബാന സ്വീകരിച്ചാലും പിശാചും അവരിൽ ഉണ്ടായിരിക്കും. അതുപോലെ അവർ ജപമാല ഉപയോഗിക്കുന്നു, അവർ വെന്തിക്കാൻ ഉപയോഗിക്കുന്നു, വെഞ്ചരിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ അവരിലൊരു മാറ്റവും കാണുകയില്ല. പിശാചും കണ്ടേക്കാം. പക്ഷേ അവരിൽ ചില കാര്യങ്ങൾ, ചില പീഡകൾ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഒരു പേൾ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. 15 കൊല്ലമായിട്ട് എപ്പിലെപ്സി രോഗമാണ്. ധാരാളം മരുന്നുകൾ കഴിച്ചു, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇന്ന് ലോഗോസിൽ പോകും, ഈ വെന്തിങ്ങ ആശീർവദിച്ച് 4 മണിക്ക് ഇവിടെ പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാ വസ്തുക്കളെയും ആശീർവദിക്കുന്നുണ്ട്. ആ കോമൺ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കും. അതിനുശേഷം ഞാൻ അതിൻ്റെ കഴുത്തിലിടുമ്പോൾ എൻ്റെ എപ്പിലെപ്സി മാറും എന്ന് അവർ വിശ്വസിച്ച് ഇവിടെ വന്നു. അത് വെഞ്ചരിച്ചു. അവർ തലയിൽ കഴുത്തിൽ അത് ഇട്ടു. അന്ന് മുതൽ അവർക്ക് എപ്പിലെപ്സി ഉണ്ടായില്ല. 1 കൊല്ലത്തിന് ശേഷം അവരോട് വന്നൊരു ലൈവായിട്ടൊരു ടെസ്റ്റ് മണി കൊടുത്തു. അപ്പോൾ അതൊരു രോഗമായിരുന്നില്ല, അതൊരു രോഗപീഠയായിരുന്നു. ലൂക്കാസ് വിശേഷൻ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം. ഈ സ്ത്രീയിൽ രോഗമല്ല, പക്ഷേ രോഗം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷീ ഈസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് സിക്നസ്, ആം ഐ നോട്ട് സെറ്റ് ഹർ ഫ്രീ. ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നില്ല, രോഗത്തിൻ്റെ ഒരു ബന്ധനമായിരുന്നു. ഈശോ അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടി, ആൾ നിവർന്ന് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ അനേകം പേരിൽ രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അവർ മരുന്ന് കഴിച്ചിട്ട് പ്രയോജനം കിട്ടുന്നില്ല. അത് രോഗമായിരിക്കില്ല, രോഗത്തിൻ്റെ പീഡകളായിരിക്കും.
അവിടെ അവർക്ക് എക്സോർസിസം ആവശ്യമുണ്ട്.